പലപ്പോഴും വീഡിയോയിൽ കാണാറുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കാൻ ടൂൾ കുത്തുന്നു, ഇതിനകത്ത് കുറേ കോഡുകളുണ്ട്, അത് കാരണം ഇത് ഞങ്ങൾ ക്ലിയർ ചെയ്യുകയാണെന്ന് പറഞ്ഞ് ക്ലിയർ ചെയ്യുന്നു, ക്ലിയർ ചെയ്തേച്ച് വീണ്ടും സ്കാൻ ചെയ്യുമ്പോൾ എററൊന്നും കാണിക്കുന്നില്ല. ഈ എറർ റീഅപ്പിയർ ചെയ്യുന്നത് പിന്നീട് കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും. അല്ലെങ്കിൽ ഈ കിടന്നിട്ടുള്ള എററിൽ നിന്ന് നമുക്കൊരു പക്ഷേ മനസ്സിലാക്കാൻ പറ്റും ഇതിൻ്റെ വയറിങ്ങിൽ എന്തൊക്കെ പരിപാടികൾ എത്രത്തോളം അഴിച്ചിട്ടുണ്ട്, എത്രത്തോളം തിരിച്ചു പിടിപ്പിച്ചിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ ഇതൊന്നും ഇല്ലാതെ ജസ്റ്റ് കയറി കോഡ് ക്ലിയർ ചെയ്തു, ഇപ്പോൾ കോഡൊന്നും ഇല്ല എടുത്തോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വണ്ടി എടുത്തു കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോഴായിരിക്കും ഇതിനകത്ത് വേറെ ഇഷ്യൂ അപ്പിയർ ആവുന്നത്. അതേപോലെ പെയിൻറ്റ് കോട്ട് മാത്രം നോക്കിയത് കൊണ്ട് നമുക്ക് എന്ത് ഉറപ്പിക്കാൻ പറ്റത്തില്ല ഒരു വണ്ടിയുടെ കണ്ടീഷൻ ഒക്കെ ആണെന്ന്. ഈ വണ്ടിയുടെ മെക്കാനിക്കൽ കണ്ടീഷൻ അറിയണം, ഈ വണ്ടി ഓടിച്ച് നോക്കണം, അതിനകത്തിൽ ഏത് പാർട്സിനായിരിക്കാം പ്രശ്നം ഉണ്ടാവുക. ഒരു പക്ഷേ റീപ്ലേസ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് വയബിൾ ആയിരിക്കും. പ്രീമിയം കാസ് നോക്കുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ വണ്ടി ഓടിച്ച് നോക്കിയിട്ട് ഇതിൻ്റെ റിപ്പയർ എസ്റ്റിമേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്നത് 2 ലക്ഷം രൂപ 3 ലക്ഷം രൂപയൊക്കെ ആയിരിക്കും റിപ്പയർ എസ്റ്റിമേറ്റ് വരിക. ഈ റിപ്പയർ എസ്റ്റിമേറ്റും വണ്ടിയുടെ വിലയും കൂടി കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കിനും നല്ല കണ്ടീഷനിലുള്ള ഒരു വണ്ടി എടുക്കാൻ ചിലപ്പോൾ അതിൽ കുറച്ച് പൈസ വേണ്ടി വരത്തുള്ളൂ. അതായത് നമ്മൾ മോശം ഒരു വണ്ടി എടുത്ത് ചെറിയൊരു വിലക്കുറവിൽ മോശം ഒരു വണ്ടി എടുത്തിട്ട് ഒരുപാട്